PCOD ഉണ്ടെങ്കിൽ പീരിയഡ്സ് ഇറഗുലർ ആയിരിക്കും, അതേപോലെ മിസ്ഡ് ആയിട്ടായിരിക്കും പീരിയഡ്സ് ഉണ്ടാകുന്നത്. ഫേസിൽ ഈ ഒരു ഭാഗത്തായിട്ട് അക്നിയ ഉണ്ടാവും, പിമ്പിൾസ് പോലെ ഈ ഒരു ഭാഗത്ത് വരാൻ ചാൻസ് ഉണ്ട്. ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും, ചെസ്റ്റിലും ബാക്കിലും ഒക്കെ ആയിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. വെയിറ്റ് ഗെയിൻ ആവാനുള്ള ചാൻസ് ഉണ്ട്, എസ്പെഷ്യലി നമ്മുടെ ഈ അബ്ഡമിനൽ ഏരിയയിലായിട്ട്. പ്രഗ്നൻസി കൺസീവ് ആവാത്ത പ്രോബ്ലംസും കണ്ടുവരാറുണ്ട്. ഇതൊക്കെയാണ് കാരണങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് നേരെ വർക്കൗട്ടിലേക്ക് പോകാം. നമ്മൾ ഈ ഒരു പൊസിഷനിൽ കിടന്നതിന് ശേഷം കൈ ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ ഒരു 50 പ്രാവശ്യം ചെയ്യാം. എന്നിട്ട് നിർത്തിയിട്ട് വീണ്ടും 50 പ്രാവശ്യം, വീണ്ടും 50 പ്രാവശ്യം. ടോട്ടൽ 50ൻ്റെ 3 സെറ്റായിട്ട് ചെയ്യാം. ഇനി രണ്ടാമത്തെ വ്യായാമം എന്ന് പറയുന്നത് കൈ ഇങ്ങനെ വെച്ചിട്ട് തന്നെ ഈ ഒരു പൊസിഷനിൽ നിൽക്കാം. ഇതൊരു 30 സെക്കൻഡ് ഹോൾഡ് ചെയ്യാം. വീണ്ടും ഇതേ പൊസിഷനിലോട്ട് വരാം. അതേപോലെ 30 സെക്കൻഡിൻ്റെ 3 സെറ്റായിട്ട് ഇതും റിപ്പീറ്റ് ചെയ്യണം. അടുത്തൊരു വ്യായാമം എന്ന് പറയുന്നത് ഫ്രീ ജംപ്സ് ആണ്. ഫ്രീ ജംപ്സ് ഇങ്ങനെ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ 100ഓ 200ഓ ടൈം ചെയ്യാം. അതേപോലെ 5 സെറ്റ് അത് റിപ്പീറ്റും ചെയ്യാം. ഏറ്റവും ലാസ്റ്റിലായിട്ട് നമ്മുടെ കൈ ഇങ്ങനെ വെച്ചതിന് ശേഷം കാലിൻ്റെ പാദത്തിലാണ് നിൽക്കേണ്ടത്. ഇതുപോലെ 1 2 3 4 5 6 ഇത് 50 പ്രാവശ്യം ചെയ്യാം. അതിൻ്റെ 3 സെറ്റായിട്ട് റിപ്പീറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് PCOD ഫ്രണ്ട്ലി ഡയറ്റും ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. PCOD ഡയറ്റിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാം.